மெதுவா. மெதுவா. அப்படி அப்படி. அப்படி இறங்கி இறங்கி இறங்கி. யோ நிறுத்தியா? இது என்ன டிரைவிங் ஸ்கூலா? என் மூஞ்சி என்ன நேஷனல் ஹைவேயா? சார் ஒன்னும் பயப்படாம இருங்கோ. இந்த ஆள் யாரு தெரியுமா? இந்த கட்டிங்ல ஷேவிங்ல ரொம்ப விருதெடுத்த ஆளா. என்ன ஹெவி லைசன்ஸா? இந்த மூஞ்சிக்கு எதுக்கடா ஹெவி லைசன்ஸ்? வேலையை பாரு. പിന്നെ എവിടെ പോയി കിടക്കണ്? മുടി വെട്ടുന്നതും ഇല്ല. அவங்க ஒண்ணு சொன்னாங்க. என்ன? அவரு பின்னாடி எப்பவும் எறா மாதிரி ஒரு ஆள் இருப்பாரா? எறா? கொஞ்சு மாதிரி. கொஞ்சு மாதிரி? പഴനിയിലോ? ആരുടെ? അപ്പാ അപ്പാ ഇനി കൊഞ്ച നേരം നീങ്ക നോയിക്കോളൂ. ഞാൻ പോയിട്ട് പോരാം. ധാരാണ്ടോ വാ. നീ കൈ വിട്. കാര്യം പോലെ എന്താന്ന് വെച്ചാല് ഇങ്ങോട്ട് വാ. എങ്ങോട്ടാണ് ഇത് പിടിച്ചാൽ ചൂടിക്കണോ? വിട്. നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഇവിടെയുള്ള കാര്യം ഞാൻ അങ്ങനോട് പറഞ്ഞിട്ടില്ല. ആരാണ് ഈ അങ്ങോര്? നീ അപ്പാന്നൊക്കെ വിളിക്കാനായിട്ടാ തോന്നുന്നു. സ്വന്തം തന്ത തന്നെ. സ്വന്തം തന്തനോടാണ് ഇത്ര സ്നേഹത്തിലായിട്ട് വിളിച്ചിട്ടു. ഇപ്പൊ തന്തമാതിരി തന്നെയാ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചില്ലെങ്കിലേ ഞാൻ ആ ഇൻസ്പെക്ടറെ കൈ ചെന്ന് പെട്ടേനെ. എങ്ങനെ? അന്ന് ഞാൻ തട്ടിക്കൊടുന്ന ബാഗില്ലേ, അത് അങ്ങേരുടെയാ. അതെങ്ങനെ അയാൾ അറിയുന്നു? അറിഞ്ഞു. കയ്യോടെ എന്നെ പൊക്കുകയും ചെയ്തു. നീ എന്തിനു പിടുത്തം കൊടുത്തേ? പിടുത്തം കൊടുത്തതല്ല, പിടിച്ചു പോയതല്ലേ. ആ കത്തിയിലും മെഷീനിലും എല്ലാം അയാളുടെ മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് പിടിച്ചു വെക്കാൻ വേണ്ടി ഞാനുള്ള കളവെല്ലാം പറഞ്ഞു. ഞാനൊരു അനാഥനാണ്, അച്ഛനും അമ്മയും ബാർബർമാരായിരുന്നു. ആരായിരുന്നു? ബാർബർമാരായിരുന്നു. അവര് മരിച്ചപ്പോ നാട് വിട്ടാണെന്നൊക്കെ. ചുരുക്കി പറഞ്ഞ നീ എല്ലാം ചളാക്കി ആക്കി. പക്ഷേ ഇപ്പൊ ഒരു നിലയ്ക്ക് എനിക്ക് ആനന്ദമാ. പുതിയ ബാർബർ ഷാപ്പ്, താമസിക്കാൻ അങ്ങേരുടെ വീട്, വാടക വേണ്ട, ഭക്ഷണം ഫ്രീ. ഞാനൊന്ന് പച്ച പിടിക്കാൻ പോയ കുഞ്ഞിക്കാതറേ. ഇക്കണക്കിന് പോയാൽ നീ പച്ചല്ല ചോപ്പും പിടിച്ചു പോകും പോലെ. இங்க வந்து நிக்கிறியா? நான் சாப்பாடு எடுத்துட்டு எங்கெல்லாம் தேடினேன். டைம் ஆகவில்லையே ஆனந்தவல்லி. டைம் எல்லாம் ஆச்சு. இனிமே நீங்க எப்ப சாப்பிடணும் எப்ப தூங்கணும் எல்லாம் நான் தான் சொல்லுவேன். ஐயோ வெயில நின்னு முகம் எல்லாம் என்னமா வாடி போயிருக்கு. அப்பா உங்களுக்காக அங்க காத்துட்டு இருக்கு. வாங்க போங்க. அப்பா காத்திருக்குது. யார் இவரு? இது இவருக்கு ஒரு நண்பன், இன்னொரு பார்பர். அப்படியா? நீங்களும் வாங்க, நம்ம வீட்டுல சாப்பிடலாம். ஐயோ வேணாமா, ரொம்ப தேங்க்ஸ். அல்ல இது கடையில வச்சிருக்க சாப்பாடு, நான் அங்க வந்து சாப்பிட்டுக்கிறேன். அப்படி எல்லாம் சொல்லக்கூடாது. நானே உங்களுக்காக என் கையால சமைச்சது. நீங்க வந்தாதான் நான் சாப்பிடுவேன். வாங்க കുഞ്ഞിക്കാതറേ. പോങ്ക. വൈകിട്ട് കാണണേ. വൈകിട്ട് തീർച്ചയായിട്ടും കാണണം. വാങ്ങ. നീ വരയ്ക്കുന്ന ഒന്നുമില്ല അതിനകത്ത്. ഇങ്ങനെയാണ് കാണണ്ട. അയ്യോ ഈ കൊട്ടത്തേക്ക് എന്താ വില? വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ അങ്ങുന്നതിന്റെ തട്ടപ്പുറത്തുണ്ട്. മുതലാളിക്ക് എത്ര വേണം? ഒരെണ്ണം മതി, വെറുതെ തട്ടി കളിക്കാന്. വരട്ടെ. തത്തിക്കുട്ടികളെന്താ മുതൽ തർക്കിച്ചു നോക്കണേ? ഇത് ഞാൻ തന്നെ, പഴയ കുഞ്ഞിക്കാതർ തന്നെ. പറ, ഇത് അസലിക്കാക്കല്ലേ? വരി വരി, എല്ലാരും വരി. എളാപ്പങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാരും കൂടി എടുത്തോളി. ഇത് ലേഡീസ് സ്പെഷ്യൽ എന്ന് പറയും. ഇത് ഇത്രത്തെ കായത്ത് കൊണ്ടുവന്നാ. ഇനി ഇവിടെ എത്ര ആളുണ്ടോ അത്രയും പേഴ്സ് തരുന്നുണ്ട്. കുട്ടികളൊക്കെ അപ്പുറം പോയി കളിക്കി, എളാപ്പി കുറച്ച് വർത്താനം പറയട്ടെ. എത്ര തോനെ പേഴ്സ്? ഇത് കമ്പനി പ്രചാരത്തിനുള്ളതാണ്. കാക്കോനെ എടുത്തോളി. ഇതാ അവിടെ വെച്ചോളി, ലൂയക്കാർക്ക് കൊടുക്കാലോ. കുഞ്ഞിക്കാതറിന് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? ഏറി വന്ന ഒരാഴ്ച, വലിച്ചു നീട്ടിയ ഒരു മാസം. ഞാൻ വേഗം പോണമെന്നുണ്ടോ? അതല്ല, ഈ വരവില് അന്റെ കല്യാണം നടത്തണമെന്നാ ഞങ്ങള് തീരുമാനിച്ചിരിക്കണേ. ഇന്റെ കല്യാണോ? അത് കഴിഞ്ഞൊരു കൊല്ലത്രായി. കഴിഞ്ഞു? കഴിഞ്ഞു. എന്താ അവളുടെ പേര്? നല്ല അസല് പേരാ, മൈന. മൈനയാ? അതെ. ഇതെന്താടാ മുട്ടയിടുന്ന ജാതിയാ? ഛേ, അല്ല കാക്ക, വെറുതെ ജാതിയല്ല.
കുഞ്ഞിക്കാർ വന്നത് ഉപയോഗിച്ച് പറഞ്ഞു കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വർക്ക്ഷോപ്പിലേക്ക് വരില്ലേനോ? എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്കെന്ത് ലീവ്? വരണം തോന്നിയ കമ്പനി പൂട്ടുക വരിക. വേലായുധം കുട്ടി എങ്ങനെയാ കര കേറൂ? അവനിപ്പോ കരക്കല്ലല്ലേ നിക്കണേ, ഇനി അങ്ങോട്ട് കേറാന് അല്ലേ മുത്തശ്ശി? അത് നേരെ. പക്ഷെ അമ്മണിക്കുട്ടി മറ്റേ കരയിലാണല്ലോ. അവളും കൂടി നിക്കരയ്ക്ക് എത്തണ്ടേ എന്ന സംഗതി ഭംഗിയായി. ഞാനും അക്കാര്യത്തിന് എന്നാ വന്നത്. എങ്ങനെങ്കിലും അമ്മണിക്കുട്ടിയെ പഴനിയിൽ എത്തിക്കണം. അതിനുള്ള കരു നീക്കാൻ വേലായുധം കുട്ടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട, പിരിച്ചതേ നടക്കൂ. അതിപ്പോ വിധി ഇതല്ലാന്ന് എന്താ ഒരു ഉറപ്പ്? കുഞ്ഞിക്കാതരെ, വേലായുധ കുട്ടി പറഞ്ഞതല്ലേ, നീ അവളെ തട്ട്, ഞാനുണ്ട് മുമ്പ്. അത്രയ്ക്ക് വേണോ ശങ്കരൻകുട്ടി വേന്നെ? അവര് തമ്മിൽ സ്നേഹിച്ചോട്ടെ, അതിലെന്താ ഇപ്പൊ തെറ്റ്? പറ്റില്ല, മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. പണി എനിക്കറിയാഞ്ഞിട്ടല്ല, അമ്മിണിക്കുട്ടി കുട്ടിയേട്ടാന്നുള്ള വിളി വരെ മറക്കും. പക്ഷെ തങ്ങള് സമ്മതിക്കൂല. അതാരാ ഈ തങ്ങള്? നമ്മൾ ഉസ്താദ്, അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല. അങ്ങേര് എവിടെയാണെന്ന് പറ, നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല, മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ്. അങ്ങോട്ട് കാറ് പോവോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ ആ കൊട എന്താന്ന് നിന്റെ പെട്ടത്തലിക്കൊന്നും. കുഞ്ഞിക്കാതറെ, ഇതൊന്ന് വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പിൽ പുല്ല് എത്തണ നാരായണിയെ കാണുന്നുണ്ട്. ഛേ, വയസ്സുകാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴവൻ വന്നിട്ടില്ല. ആര്? വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല. പക്ഷെ വരും, വന്നേ പറ്റൂ. മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും. അമ്മണിക്കുട്ടിയെ മറക്കാൻ പറയും. പോരെ? അത് മതി. ആ, നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജയുണ്ട്. 11 കോഴി ജീവനോടെ, 10 കൊല തേങ്ങ, പിന്നെ ഒരു 501 ഉറുപ്പ്യ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്കാം. പിന്നെ ഹോമം കഴിഞ്ഞ് വരെ പന്തും പിടിച്ച് മേനോൻ തുള്ളണ്ടി വരും. പറ്റുമോ? പറ്റും. എന്ത് പണ്ടാറിലെങ്ങനെ ഞാൻ തയ്യാറാ. ശരി, എന്നാ നാളെ കാണാം. ഭഗവാനെ, കുഞ്ഞിക്കാതറിന് ദക്ഷിണയൊന്നും കൊടുത്തില്ലല്ലോ. നീ എടുത്താ? ഇല്ലങ്ങനെ സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ? മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങേരെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാ മതി. ഓരോരുത്തർക്ക് പടച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി. വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ലാന്ന് അവൻ പറയുന്നത്. ഞാൻ എന്താണ് അവനോട് പറയേണ്ടത്? അവളെ കിട്ടുമെന്ന് പറ, ഞാൻ പറഞ്ഞു എന്ന് പറ. ഞമ്മക്കത് മതി. മേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തും. മതി. യാ സത്താർ, യാ മത്താർ, യാ ഹൂദ്. അവിടുന്ന് എന്താണാവോ പറഞ്ഞത്? ഇതിലേക്കൊന്ന് ഊതാൻ. ഇതെന്താ? ഉറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. ഓ, മറക്കണേ എന്റെ ഭഗവാനെ. അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഓ ഭഗവാനെ, അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ അത് നടക്കും, തീർച്ച. അമ്മിണിയും വേലായുധം കുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നത് പോലെ ലോകത്ത് ആർക്കും അറിയില്ല. ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ എടുക്കണം. തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കാലത്ത് 6 മണിക്ക് പഴനിക്ക് ഒരു ബസ് ഉണ്ട്. അതിന് 2 ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് അമ്മിണിക്കുട്ടിക്കും ഒന്ന് കുഞ്ഞിക്കാതർ. ടിക്കറ്റ് ഇപ്പൊ ആര് പോയാലും കിട്ടും. പക്ഷേ അമ്മിണിക്കുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ. കണ്ടു കഴിഞ്ഞു പോലെ. ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത്. അതാ നോക്കി വരും.
അല്ല ഇതാര് വാസുവോ? എന്താ അത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടിയുടെ തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അതെ, അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴനിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു.